ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. നീ എന്നോട് ക്ഷമിക്കണം. നീ 3 മാസം മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് മോശമായിട്ട് പെരുമാറുകയില്ല. ഞാൻ നീയില്ലാതെ എങ്ങനെ ജീവിക്കും? ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പറഞ്ഞ് ഹ്യുൻവുവും അവളെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഹെയിനാകട്ടെ, ഞാനില്ലാതെ നിനക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു മരിച്ചാലോ എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്തും ചോദിക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു നോക്കിയതാണ്. അല്ലാതെ നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവോ നിൽക്കുന്നു. ശരിക്കും ഡോക്ടർ നിന്നോട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ കയ്യിലുണ്ടായിരുന്ന ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ അവിടെ തന്നെ അവൻ ഒളിപ്പിച്ചും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഡോക്ടർ ആകട്ടെ ഹേനെ കോൾ ചെയ്തിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ വെച്ച് ഹ്യുനുവിനെ കണ്ടിട്ടുമുണ്ടായിരുന്നത്. നീ ഇന്ന് ഫ്രീ അല്ലേ, നമുക്ക് ഒരിടം വരെ പോകുവാനായിട്ടുണ്ടെന്നൊക്കെ ഹെയ്ൻ ഹ്യുനുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഞാൻ ഒരിടത്തേക്കും വരികയില്ല എന്നതായിരുന്നു ഹ്യുനുവിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടി. ഇനി അവൾ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവളും സമയമൊക്കെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സമയം പോകുന്നതായിട്ടും അവൾ മറ്റൊരു സ്ഥലത്ത് ഉള്ളതായിട്ടുമൊക്കെ അവൾക്ക് തോന്നുന്നു. ഡോക്ടർ അവളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ അവളോട് കൂടുതലായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ എപ്പോഴായിരുന്നു ഡോക്ടറിനെ കാണുവാനായിട്ട് എത്തിയതെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഇടയ്ക്കാകട്ടെ അവൾക്ക് തലവേദനയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ആകട്ടെ കഴിഞ്ഞ 10 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ പെട്ടെന്ന് പോയതുപോലെയൊക്കെ അവൾക്ക് തോന്നും. അതിനിടയ്ക്ക് അവൾ എന്താണ് ചെയ്തതെന്ന് പോലും അവൾക്ക് ഓർമ്മയുണ്ടാക്കുകയില്ല. 1 മണിക്കൂറിനുള്ളിൽ ഹിനുവിനെ കാണുവാനായിട്ട് വരണമെന്നൊക്കെ ഒരു ദിവസം അവളുടെ അടുത്ത് ഹിനു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നാകട്ടെ ഹിനുവിനെ കാണുവാനായിട്ട് അവൾ റെഡിയാക്കുക ആയിരുന്നെങ്കിലും പെട്ടെന്ന് ഒരുപാട് സമയമൊക്കെ പോകുകയാണ്. അന്ന് ഹിനുവിനെ കാണുവാനായിട്ടായിരുന്നു അവൾ എല്ലാ മീറ്റിംഗും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലിപ്സ്റ്റിക് ഒക്കെ താഴെ വീണ് അത് എടുക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവളുടെ അടുത്ത് സെക്രട്ടറി വന്നതിന് ശേഷം എന്തുകൊണ്ടായിരുന്നു അവൾ ഹിനുവിനെ കാണുവാനായിട്ട് പോകാതിരുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് സമയം ഒരുപാട് കഴിഞ്ഞു എന്ന കാര്യം അവൾ മനസ്സിലാക്കിയത്. പിന്നീട് ഹിനുവിനെ കാണുവാനായിട്ട് റെസ്റ്റോറന്റിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവനും പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വേദനയും ഉണ്ടായിരുന്നില്ല. സ്ട്രെസ് ഒക്കെ കാരണമായിരിക്കും തനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. ഒരു അസുഖത്തിന്റെ പേരൊക്കെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കൊറിയയിൽ തന്നെ ഈ ഒരു അസുഖം വരുന്ന ആദ്യത്തെ വ്യക്തിയാണ് നീ. ഈ ഒരു അസുഖം പല പല കേസിലാണ് വരാറുള്ളത്. ചിലർക്കാകട്ടെ മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാകും, മറ്റു ചിലർക്ക് ഹാലോസിനേഷനും ഉണ്ടാകും. ഇതുവരെയായിട്ടും ഇതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടറിന്റെ മുമ്പിലല്ല, മറിച്ച് മഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലത്താണെന്ന് പോലും അവൾക്ക് തോന്നിപ്പോകുന്നു. എത്ര പണം വേണമെങ്കിലും തരുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇരിക്കുന്നതെങ്കിൽ പോലും ഡോക്ടർ ആകട്ടെ ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രതിവിധിയും ഉണ്ടാക്കുകയില്ല എന്ന് അവളെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കാലത്തേക്ക് ജീവിച്ചിരിക്കുമെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടറും 3 മാസത്തേക്ക് നീ ജീവിച്ചിരിക്കുന്നതായിരിക്കും. പിന്നീട് നീ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ സംഭവിക്കണമെന്നാണ് അവളുടെ അടുത്ത് അറിയിക്കുന്നത്. ഹെയ്ൻ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കുന്ന ആളല്ല. ഒരു സോഡ പോലും കുടിച്ചിട്ടുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് അവൾ ഇതുവരെ കഴിച്ചിട്ടുമുള്ളത്. മാത്രല്ല അവൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു. ശരീരം നോക്കാതെ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ അല്ലേ ശരിക്കും ഈ ഒരു അസുഖം വരേണ്ടത്. ഇത്രത്തോളം ശരീരമൊക്കെ നോക്കി എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വന്നതെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. ആളുകളാകട്ടെ മൂണിലേക്ക് വരെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്റെ തലയിലുള്ള ചെറിയൊരു ട്യൂമർ കളയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. ഡോക്ടറിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതാക്കുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നാളെ പോയിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ അവനും അറിയിക്കുന്നു. അവളാകട്ടെ ആകെ ഷോക്കിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും ഷോക്കിലാണ്. എനിക്കിന്ന് ഉറങ്ങുവാൻ പോലും സാധിക്കുകയില്ല എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവനും നല്ലതുപോലെ തന്നെ ഉറങ്ങുകയാണ്. കുറെ കാലം കൂടി സുഖമായിട്ട് ഉറങ്ങിയ സന്തോഷത്തിലായിരുന്നു അവനും എണീറ്റ് വരുന്നത്. മൂളിപ്പാട്ടൊക്കെ പാടി കണ്ണാടി നോക്കുന്ന അവനാകട്ടെ അവള് മരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്നൊക്കെ സ്വയം ചോദിക്കുന്നു. ഹേയ്, 3 മാസത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ പിന്നെ ഡിവോഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവളുമായിട്ട് വേർപിരിയുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചാൻസ് ആണെന്ന് അവന്റെ മനസ്സും പറഞ്ഞു. പക്ഷേ വിഷമമൊക്കെ അഭിനയിച്ചു വേണം നിൽക്കുവാനെന്ന് പറഞ്ഞ് അവനും അവളുടെ റൂമിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും അവൾ ഉറങ്ങുകയായിരുന്നു. പക്ഷേ വിളിച്ചിട്ടൊന്നും അനക്കൊന്നും ഇല്ലാതെ ആകുമ്പോഴത്തേക്കും അവൾ ഇപ്പോഴും മരിച്ചു കാണുമോ എന്നൊരു സംശയമൊക്കെ അവന്റെ ഉള്ളിലും വരുന്നു. അവനും അവളുടെ കൈയൊന്ന് പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും പോലും അവള് ഉണരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളുടെ ഹൃദയമൊക്കെ ഇടിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് അവനും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊക്കെ അവളുടെ അടുത്തേക്കായിട്ട് നിൽക്കുന്നു. അപ്പോഴേക്കും അവൾ കണ്ണും തുറക്കുകയാണ്.
അവൾക്ക് മൊത്തത്തിൽ അവൻ എന്ത് ചെയ്യുകയാണെന്ന് സംശയം തോന്നുന്നത് കൊണ്ട് തന്നെ അവൻ അപ്പോൾ തന്നെ അവൾക്കൊരു കിസ്സൊക്കെ നൽകിയിട്ട് മോർണിംഗ് കിസ് എന്നൊക്കെ പറഞ്ഞ് അവൾക്കൊരു ഗുഡ് മോർണിംഗ് നൽകുന്നു. അവൾക്ക് ഉറക്കം വരാത്ത രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ സ്കിന്നൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഈ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ അവന്റെ അടുത്ത് മോൾ പറയുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം അവളുടെ ഫാമിലി ഒരിക്കലും അറിയരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവനും ആരോടും അത് പറയുകയില്ല എന്നൊക്കെ പറയുന്നു. ട്രില്യൺ വോണിന്റെ സെയിൽസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ക്യൂൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അവൾക്ക് എഴുതി തരാമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകട്ടെ ട്രില്യൺ വോണിന്റെ തൊട്ടടുത്ത് വരെ അവൾ എത്തിയിരിക്കുകയുമാണ്. അവളുടെ അനിയനാകട്ടെ അവൾക്ക് ചെറിയ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അവളുടെ അമ്മയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇത്രയ്ക്ക് വലിയൊരു അസുഖമൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി അവരെല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്യും. പക്ഷെ അവൾ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു ഫൈറ്റ് നടക്കരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫാമിലിയുടെ അടുത്തുനിന്നും ഇതൊക്കെ രഹസ്യമാക്കി വെക്കുന്നതും. മുത്തശ്ശനും സൂചോളിനെ കാണുവാനായിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അവനും ഇതിനു മുമ്പ് ഓർഗാനിക് കോഫി ഷോപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അവൻ ചതിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം പറയുവാനാണോ എന്ന പേടിയിലേക്കാണ് സൂചോൾ നിൽക്കുന്നത്. സൂചോളിന്റെ വൈഫാണ് അവനെ സപ്പോർട്ട് ചെയ്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞയക്കുന്നതും. പക്ഷെ സൂചോളിനെ മുത്തശ്ശൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യത്തിനായിരുന്നില്ല. മറിച്ച് സൂചോളിന്റെ വൈഫിന്റെ സഹോദരനാകട്ടെ അവരുടെ കമ്പനിയുടെ ഒരു ഡയറക്ടറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് 8 ബില്യൺ ഒക്കെ കൂടുതലായിട്ട് ടാക്സിന്റെ പേരിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ മുത്തശ്ശനെ അറിയിച്ചിട്ടുള്ളതും ഹ്യുൻവോ ആണ്. നീ ഹെയ്നെ കണ്ടു പഠിക്കുക. അവൾ എത്ര നന്നായിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത്. നിന്നെ കൊണ്ട് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവനും പെട്ടെന്ന് തന്നെ തളർന്നു വീഴുന്നു. അവനിപ്പോൾ പാനിക് അറ്റാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അമ്മേനെ അവൻ അറിയിക്കുന്നത്. ഹ്യുൻവോ എന്തുകൊണ്ടാണ് അവന്റെ വർക്ക് ഇത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്നത്? അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. സൂചോളുടെ വൈഫും ഇതിനൊക്കെ ക്ഷമ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ സഹോദരനാകട്ടെ വെറും 8 ബില്യൺ മാത്രമാണ് കൂടുതലായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് സൂചോളും അമ്മയും ഒരുപോലെ പറയുകയും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സുചോളുടെ വൈഫിന്റെ സഹോദരനെ കുറ്റപ്പെടുത്താതിരിക്കുകയും മറിച്ച് ഈ ഒരു തെറ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഹ്യുനുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഹെയ്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണയും റിസൾട്ട് സെയിം തന്നെയാണ്. 3 മാസം മാത്രമേ അവള് ജീവിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ ഡോക്ടറും അറിയിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും 3 മാസം എന്നത് അത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊക്കെ ആണോ എന്ന് ഹ്യുനുവും ചോദിക്കുന്നു. ഡോക്ടറും അത് കൃത്യമായി പറയുവാനായിട്ട് സാധിക്കുകയില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ആവശ്യമായിട്ടും ഉണ്ടായിരുന്നു. ഹെയ്ൻ തനിയെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയാകട്ടെ വീൽ ചെയറിൽ ഇരുന്നിട്ട് വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ശ്രദ്ധിക്കുകയാണ്. പക്ഷെ താൻ അവരെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. അവളും തിരിച്ച് ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ അമ്മ ഹ്യുനുവിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സൂചോൾ അവന്റെ അളിയന് ഒരു 8 ബില്യൺ ഒക്കെ കൂടുതലായിട്ട് കൊടുത്തു. അത് ഹ്യുൻവു കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് ഞങ്ങളോട് പറയേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവന് മിണ്ടാതിരുന്നുകൂടായിരുന്നോ? എന്തിനാണ് അവൻ മുത്തശ്ശനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്ക് അവനെ കണ്ടേ മതിയാക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അമ്മ നിൽക്കുന്നതും. ഇപ്പോൾ എനിക്കിതൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ സൂചോളിന് പാനിക് അറ്റാക്ക് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാനും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ. അമ്മയ്ക്ക് അത് എന്താണെന്ന് പോലും അറിയണ്ടേന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയാകട്ടെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതൊക്കെ എങ്ങനെ നേരിടണമെന്ന കാര്യം നിനക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അറിയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ വീണ്ടും ഹിനുവിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടാണ് ഹിനുവ അങ്ങനെ ചെയ്തത്. ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ മകനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. അത് കേൾക്കുന്ന അമ്മയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഹ്യുനുവിന്റെ ഫ്രണ്ട് ആകട്ടെ ഹ്യുനുവിന് വേണ്ടി ഡിവോഴ്സ് കേസൊക്കെ വാദിക്കാമെന്ന് തീരുമാനിക്കുന്നു. അവനാകട്ടെ ക്വീൻസ് ഗ്രൂപ്പിന് മൊത്തത്തിൽ എതിരായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ തന്റെ കരിയറിനെ പോലും ഇത് ബാധിക്കും. എങ്കിലും സ്വന്തം ഫ്രണ്ടിന് വേണ്ടി അതൊക്കെ ചെയ്യുവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഹ്യുൻവുവും പറയുന്നത്. അതിന് തക്കതായ ഒരു കാരണമുണ്ടെന്ന് കൂടി അവൻ അറിയിക്കുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്തൊന്നും ഇരുന്നു കൊണ്ട് അത് പറയുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല. ഞങ്ങളെ രണ്ടുപേരും രണ്ടു വഴിക്കാക്കുവാനായിട്ട് ദൈവം തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു സ്ഥലമൊക്കെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഹ്യുൻവന്റെ ഫ്രണ്ട് ഹ്യുനു പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തുകയാണ്. ഞാൻ നിന്നോട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുവാനായിട്ട് പോകുന്നത്. ഇത് പുറത്താരെങ്കിലും അറിയുകയാണെങ്കിൽ എല്ലാം നിന്റെ തെറ്റ് മാത്രമായിരിക്കുമെന്നൊക്കെ ആയിരുന്നു നേരത്തെ ഹ്യുനുവിന്റെ അടുത്ത് ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതേ കാര്യങ്ങൾ ഹ്യുനു ഫ്രണ്ടിന്റെ അടുത്തും പറയുന്നു. പിന്നീട് വളരെ രഹസ്യമായിട്ട് അവന്റെ ചെവിയില് അവളുടെ അസുഖത്തെക്കുറിച്ച് കൂടി അറിയിക്കുകയാണ്. അവളോട് ഡിവോഴ്സ് പേപ്പറിലൊക്കെ സൈൻ ചെയ്യുവാനായിട്ട് പറയാൻ തുടങ്ങിയ സമയത്തൊക്കെ ആയിരുന്നു ഈ ഒരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അവൻ അറിയിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ആകട്ടെ
എനിക്ക് എന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുകയില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുവാനും സാധിക്കുകയില്ലല്ലോ. എന്തായാലും ഭാഗ്യം നിന്റെ ഒപ്പമാണ് ഉള്ളതെന്നൊക്കെ അവനോട് പറയുന്നു. നീയെങ്ങാനും അവളെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ പോലും കയ്യിലില്ലാതെ പെട്ടുപോയനെ. ഇപ്പോൾ ദൈവമായിട്ട് നിനക്ക് അവസരം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇനി അവളുടെ സ്വത്തെല്ലാം സ്വന്തമാക്കാമല്ലോ എന്നൊക്കെയാണ് ഫ്രണ്ടും അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. വിവാഹത്തിന് മുമ്പാകട്ടെ അവൾ മരിക്കുകയാണെങ്കിൽ അവളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഫാമിലി മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്നും എനിക്കൊന്നും തന്നെ കിട്ടുകയില്ല എന്നുമൊക്കെ അവൾ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഹ്യുനുവും അവന്റെ ഫ്രണ്ടിനെ അറിയിക്കുന്നു. എനിക്ക് പണം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 3 മാസം കൂടി അവളെ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഹുനുവു ഇരുന്നിട്ടും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദൈവം നിനക്ക് 3 മാസം സമയം തന്നിട്ടുള്ളതെന്നാണ് നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. നീ അവളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നണം. ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിക്ക് അവന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പോലും അവൾക്ക് തോന്നണം. അങ്ങനെ അവൾ അതൊക്കെ നിന്റെ പേരിൽ എഴുതി തരികയും ചെയ്യണം. ഈ 3 മാസം കൊണ്ട് നീ ചെയ്യേണ്ട ദൗത്യവും അത് തന്നെയാണെന്നൊക്കെ ഹ്യൂനുവിന്റെ ഫ്രണ്ടും അവന് ഉപദേശിക്കുന്നു. ഹ്യുനുവും കുറേയധികം ഫ്ലവേഴ്സുമായിട്ട് ഹെയ്നെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അന്നാകട്ടെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയും ആയിരുന്നു. 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ അവനും ഫ്ലവേഴ്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഹെയ്ൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നത്തെ വർഷം ഒരു സർപ്രൈസ് നൽകാതെ ഇരുന്നപ്പോഴത്തേക്കും അവൾ വീണ്ടും ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ വീണ്ടും സർപ്രൈസുമായിട്ട് എത്തിയിരിക്കുകയാണ് അവനും. ആദ്യം അവൻ ഫ്ലവേഴ്സ് ഒക്കെ നൽകിയിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു തകരാറൊക്കെ ഉണ്ടല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൻ നൽകിയതായത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് അവളും തീരുമാനിക്കുന്നു. ഗ്രേസ്കോയും ഹെയ്ന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ കൂടുതലായിട്ട് അടുത്തു എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു ആ സ്ത്രീയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു മേശയുടെ രണ്ടറ്റത്തായിട്ടൊക്കെയാണല്ലോ അവരിരുന്ന് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു തവണയാകട്ടെ അവനും അവളുടെ അടുത്തായിട്ട് ചെന്ന് ഇരിക്കുകയും ഫിഷിന്റെ തൊലി പോലും പൊളിച്ച് അവൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുകയാണ്. ഇനി മറ്റൊരു ദിവസമാകട്ടെ കമ്പനിയുടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും അവനും അവന്റെ ഒരു പ്രസന്റേഷൻ ഒക്കെ കാണിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച് ചുമയ്ക്കുന്ന അവളുടെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തിയിട്ടുണ്ടായിരുന്നതും അവൻ തന്നെയാണ്. അവനും എല്ലാവരോടുമായിട്ട് ആംബുലൻസ് ഒക്കെ വിളിക്കുവാനായിട്ടാണ് ആദ്യം പറയുന്നത്. പിന്നീട് വെള്ളമൊക്കെ കുടിച്ചത് കൊണ്ട് മാത്രമാണ് താൻ ചുമച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും മാത്രമാണ് അവനും ആ ഒരു പ്രസന്റേഷനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതും. വണ്ടി വരുവാനായിട്ട് ഓഫീസിന് വെളിയിലേക്കായിട്ട് ഹെയ്ൻ നിൽക്കുമ്പോഴത്തേക്കും അവനും അവന്റെ കോട്ടൊക്കെ ഊരിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഹെയ്ന്റെ കൈകളിൽ തൊട്ടു നോക്കുമ്പോഴത്തേക്കും ആ കൈകൾ തണുത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആ ഒരു കൈകൾ അവന്റെ പോക്കറ്റിലേക്കൊക്കെ വെക്കുന്നു. ഇനിയും വണ്ടി വരുവാൻ ഒത്തിരി വൈകുമോ എന്നൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ തന്നെ വണ്ടി വരുന്നതായിരിക്കുമെന്നൊക്കെ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് ആംബുലൻസ് ഒക്കെ വിളിക്കുവാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആംബുലൻസ് വല്ലതും വിളിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് കൂടി സെക്രട്ടറി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹെയ്നെ കൂട്ടുവാനായിട്ട് കാറും എത്തുന്നു. കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവനും അവളുടെ തലയൊന്നും കാറിൽ ഇടിക്കാതെ ഇരിക്കുവാനായിട്ട് അവന്റെ കൈയും വെക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കാണുന്ന സെക്രട്ടറി ആകട്ടെ ഇതിലും ഭേദം അവർ വഴക്കു കൂടുന്നതായിരുന്നു എന്നൊക്കെ സ്വയം ഓർക്കുന്നു. ഹ്യുനു ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ അധികം ഡ്രാമാറ്റിക് ഒന്നും ആകേണ്ട കാര്യമില്ല എന്ന് കൂടി ഹെയ്ൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹ്യുനുവിന്റെ ചേച്ചിയുടെ കടയിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അവരും ഹെയ്ന്റെയും ഹ്യുനുവിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. പല പല ആളുകളുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ഡിവോഴ്സ് ആയെന്നും അതേപോലെ തന്നെ ആയിരിക്കും ഹ്യുനുവിന്റെ അവസ്ഥയെന്നും അവർ പറയുന്നുമുണ്ട്. ഡിവോഴ്സ് ആകുന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അല്ല എന്നൊക്കെ ഹ്യുനുവിന്റെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പാകട്ടെ ഒരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടീനെ സാധാരണ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചതിനെ കുറിച്ചും അതിനുശേഷം അവർ ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഒരു ആൺകുട്ടിയുടെ ഫാമിലിക്ക് എത്രത്തോളം നാണം കെട്ടിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും സംസാരിക്കുകയാണ് അവരും. ഇതേ അവസ്ഥയൊക്കെ ആയിരിക്കും ഹ്യുനുവും ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവനും അവന്റെ ഫാമിലിക്കും ഉണ്ടാക്കുക എന്ന് കൂടി അവർ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ഹ്യുനുവിന്റെ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അവൻ ഡിവോഴ്സ് ചെയ്തതിനെ കുറിച്ച് അവർ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിനോട് എതിരഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതും. പക്ഷെ അമ്മയ്ക്ക് മാത്രമായിരുന്നു ഹ്യുനുവിന്റെ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നത്. ഏതൊരാളും റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതിലും ഭേദം മരണമാണെന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിലായിരിക്കും പലപ്പോഴും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ലെവൽ വരെ എത്താതിരിക്കുവാനായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അമ്മയും പറയുന്നു. ഇനി ഹെയ്നും ഫാമിലിയും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഹെയ്ന്റെ അമ്മയുടെ സ്ഥലത്ത് ഒരു കെട്ടിടമൊക്കെ വെക്കുന്നതിനെ കുറിച്ച് നേരത്തെ അമ്മയും ഹെയ്നും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഹെയ്ന്റെ ഒപ്പം ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഹെയ്ന്റെ എതിരായിട്ടൊക്കെ നിൽക്കുവാനായിട്ടാണ് അമ്മ തീരുമാനിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കുവാൻ പോലും അമ്മ തയ്യാറാണെന്നും പറയുന്നു.
പുതിയ കെട്ടിടത്തിന്റെ പണിയൊക്കെ പകുതിയോളം കഴിഞ്ഞതാണ്. ഒരുപാട് പണവും ചെലവായി. അങ്ങനെയിരിക്കെ ഇപ്പോൾ അത് പണിയുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കെട്ടിടമൊക്കെ പൊളിക്കണമെന്നാണോ അമ്മ പറയുന്നത്? എന്തായാലും ഇത് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഹെയ്നും തർക്കിക്കുന്നു. ഹെയിന്റെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ അച്ഛനും ആ ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കുവാനായിട്ടൊക്കെ ഹ്യുനുവിന്റെ അടുത്തും പറയുകയാണ്. ഹെയ്ന് നല്ലതുപോലെ അത് ഫീലായെന്ന് മനസ്സിലാക്കുന്ന ഹ്യുനുവ ആകട്ടെ ഈ ഒരു കാര്യം ഇപ്പോൾ പ്രസ്സുകാരൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ എങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ ഹെയ്നെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഹ്യുനുവും പോക്കുകയാണ്. ഇതുവരെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എന്റെ അമ്മയ്ക്കെതിരായിട്ട് ഹ്യുനു നിന്നിട്ടില്ല. പക്ഷേ ഈ ഒരു തവണ എന്നെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിച്ചു. അതും അമ്മയ്ക്കെതിരായിട്ട് നിന്ന് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് സംശയം തോന്നുന്നതും നിന്റെ അടുത്താണെന്നൊക്കെ ഹെയ്നും അവനോട് അറിയിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ അടുത്ത് തിരികെ എത്തുന്ന ഹ്യുനു ആകട്ടെ അവളെ സ്നേഹിക്കുവാനൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് വർക്കേ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. 3 വർഷം മുമ്പ് നിങ്ങൾ എത്രത്തോളം പ്രണയത്തിലായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിന്നെ കാണുവാനായിട്ട് അവളുടെ പേരൻസിന് സമ്മതമില്ലാഞ്ഞിട്ട് പോലും അവൾ ഹെലികോപ്റ്ററിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒത്തിരി ദൂരെ. അതെല്ലാം നടന്നതുപോലെ തന്നെ ഈ ഒരു കാര്യവും നടക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഫ്രണ്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ നീന്തലൊക്കെ പഠിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് നീന്തിയില്ലെങ്കിൽ പോലും പെട്ടെന്നൊരു ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നീന്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സും പറയും നമ്മളെ കൊണ്ട് നീന്തുവാൻ സാധിക്കുകയില്ല എന്ന്. പക്ഷെ ശരീരം അത് നീന്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് പ്രണയത്തിന്റെ കാര്യമോ എന്ന് ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഞാനും ഹേനും സ്നേഹിച്ചൊക്കെ ആയിരുന്നു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ പ്രണയമൊക്കെ ഇല്ലാതായി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയുകയില്ല എന്ന് കൂടി അവൻ പറയുമ്പോഴത്തേക്കും പ്രണയിച്ചതിന് ശേഷം വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും പല പല പ്രശ്നങ്ങളും അതിനിടയിലുണ്ടാകും. അപ്പോളാണ് ഈ ഒരു പ്രണയമൊക്കെ ഇല്ലാതാക്കുന്നത്. നിനക്ക് കുറെ കാലം പ്രണയിച്ചിരിക്കുവാനായിട്ട് ആയിരുന്നു ആഗ്രഹമെങ്കിൽ നീ വിവാഹം കഴിക്കാതെ ഇരിക്കണമായിരുന്നു. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നാണ് ഫ്രണ്ട് അറിയിക്കുന്നത്. അടുത്തതായിട്ട് ആന്റി ആയിട്ടുള്ള ബ്യോംചനെ കാണിക്കുന്നു. ബ്യോംചയും ഒരു പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ബ്യോംചയുടെ എക്സ് ഹസ്ബൻഡിന്റെ വിവാഹമൊക്കെയാണ് നടക്കുന്നത്. അവരുടെ തന്നെ ഒരു സെക്രട്ടറിനെയാണ് ഇപ്പോൾ വിവാഹവും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ സമയത്ത് രാജ്യം തന്നെ വിട്ടു പോകുവാനായിട്ടായിരുന്നു ബ്യോംചെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇപ്പോൾ കൊറിയയിൽ വെച്ച് അയാൾ വിവാഹം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല പണ്ട് അയാൾ വിളിച്ച അതേ റിലേറ്റീവ്സിനെയാണ് വീണ്ടും വിളിച്ചിട്ടുമുള്ളത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും വ്യോമയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നു. വ്യോമചയും ആദ്യം അയാളെ കൈകൊണ്ട് തല്ലിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മരമൊക്കെ വലിച്ചു പറിച്ചെടുത്തതിന് ശേഷം അത് വെച്ചും അയാളെ തല്ലുന്നു. ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുവാനായിട്ട് ഹ്യുനു എത്തിയിരിക്കുകയാണ്. അവളെ ജയിലിൽ നിന്നും പുറത്തു വിട്ടിട്ട് അധികം നാളായില്ലല്ലോ. അങ്ങനെ ഇരിക്കെ മറ്റൊരു പ്രശ്നത്തിലും പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹ്യുനു അറിയിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒന്ന് സെറ്റിൽമെന്റ് ഒക്കെ നടത്തുവാനായിട്ടാണ് ഹ്യുനു തയ്യാറായിട്ടുള്ളത്. തനിക്കിനി പോകുവാനായിട്ട് മറ്റൊരു സ്ഥലവും അവശേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വ്യോംച വിഷമിക്കുമ്പോഴത്തേക്കും വ്യോംചനെ കാത്ത് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശന്റെ അടുത്തേക്കൊക്കെ ഹ്യുൻവുവും വ്യോംചനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അവൾ ഫുഡ് കഴിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ അച്ഛനും അവളെ ഫുഡ് കഴിക്കുവാനായിട്ടൊക്കെ വിളിച്ചിരിക്കുകയാണ്. അവൾക്ക് ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. ഞാൻ ജയിലിൽ കിടക്കുവാനുള്ള കാരണം പോലും നിങ്ങളല്ല എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീ ആയിരുന്നു നീ തല്ലിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ശിക്ഷ മാത്രമാണ് നീ അനുഭവിച്ചതെന്നും ആ അച്ഛൻ പറയുന്നു. എന്റെ അമ്മേനെ കൊന്നിട്ട് ആ ഒരു സ്ഥാനം തട്ടിയെടുത്ത സ്ത്രീയാണത്. മാത്രമല്ല അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. ഞാൻ അവളുടെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചതിനാണോ അച്ഛൻ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെയായിട്ടും സ്യോലിനെ വിവാഹം കഴിച്ചിട്ടില്ല. നമ്മുടെ ഫാമിലി രജിസ്ട്രിയിൽ അവളുടെ ഒരു പേര് ചേർത്തിട്ടുമില്ല. നമ്മളുടേതായിട്ടുള്ള ഒരു പണവും സൗകര്യവും അവൾക്ക് ആവശ്യമായിട്ടില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഒപ്പം അവൾ ഉള്ളത്. നീ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കണമെന്നൊക്കെ ആയിരുന്നു ആ ഒരു സ്ത്രീനെ കുറിച്ച് മുത്തശ്ശന് പറയുവാനായിട്ടും ഉണ്ടായിരുന്നത്. അവൾ എന്തെങ്കിലും വേണമെന്ന് പറയുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒന്നും പറയാതെ വളരെ രഹസ്യമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനും അവളെ ഒരിക്കലും വിശ്വസിക്കാത്തതെന്ന് വ്യോംചയും അറിയിക്കുന്നു. അച്ഛന് ഒരുപാട് പണം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ എന്ന് പറഞ്ഞ് വ്യോംച അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. മുത്തശ്ശനും സ്യോൽഹിയും കൂടി ചേർന്നിട്ട് ഒരു ഗെയിമൊക്കെ കളിക്കുകയാണ്. ആ ഒരു ഗെയിമിലാകട്ടെ മുത്തശ്ശൻ ജയിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശൻ ഒരു ട്രാപ്പിലൊക്കെ പെടുത്തിയതിനു ശേഷം സ്യോൽഹി ആയിരുന്നു ഒരു ഗെയിമൊക്കെ ജയിച്ചിട്ടുള്ളത്. ഓവർ കോൺഫിഡന്റ് ആയിരുന്ന മുത്തശ്ശനാകട്ടെ പെട്ടെന്ന് തോറ്റപ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗെയിമൊക്കെ ചെസ് കളിക്കുന്നതിനോട് സാമ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്യോൽഹിയും ഞാനിപ്പോൾ രാജാവിന്റെ കൊട്ടാരം കീഴടക്കിയിരിക്കുന്നു. ഇനി രാജാവിന് പോകുവാനായിട്ട് മറ്റൊരിടവും ബാക്കിയില്ല എന്നൊക്കെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇപ്പോൾ സ്യോൽഹി ഈ ഒരു ഗെയിം ജയിച്ചത് കൊണ്ട് തന്നെ
അവൾക്ക് മുത്തശ്ശന്റെ അടുത്ത് നിന്നും ഒരു കാര്യമൊക്കെ നേടിയെടുക്കാനായിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ അവൾ പറയുകയില്ല. സന്ദർഭം വരുമ്പോഴത്തേക്കും മുത്തശ്ശനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കുമെന്ന് അവൾ പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും അതിനോട് യോജിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഹെയിൻ ജനിക്കുന്നതിന് മുമ്പ് നീ ഒരു പെൺകുട്ടിയാണ് തനിക്ക് ജനിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയാമോ? അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഹെയിന്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ചിട്ട് അവളെ സ്നേഹിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും നീ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത് മുത്തശ്ശൻ പറഞ്ഞിട്ട് മാത്രമായിരുന്നു. സുവാൻ മരിച്ചതിനെക്കുറിച്ച് എനിക്ക് മറക്കുവാനേ സാധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും അതൊരു ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എനിക്കത് അംഗീകരിച്ചു തരുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുഞ്ഞിനെയാണ്. ഞാൻ എങ്ങനെയാണ് അവൾ ചെയ്ത ഈ ഒരു തെറ്റൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക എന്നാണ് അമ്മയും ചോദിക്കുന്നത്. അങ്ങനെ അമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ അച്ഛനും വിഷമിച്ചു നിൽക്കുന്നു. ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ ഹെയ്നും കണ്ടിട്ടുണ്ടായിരുന്നു. ഹിൻവുവും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ഹെയ്ൻ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ഒരു മിറാക്കിളൊക്കെ സംഭവിച്ചുകൂടാ എന്നില്ല എന്ന് ഡോക്ടറും അറിയിക്കുന്നു. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഒരു ഉറപ്പൊക്കെ പറയണ്ടേ? ഈ മിറാക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലത്തെ മിറാക്കിളൊക്കെ സംഭവിക്കാറുണ്ടോ എന്നായിരുന്നു അവൻ ചോദിക്കുന്നത്. 30 വർഷത്തെ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതല്ല ഇതിലും വലിയ അസുഖമൊക്കെ വന്നിട്ട് വളരെയധികം മിറാക്കിളൊക്കെ സംഭവിച്ച് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കണമെന്ന് ഡോക്ടർ അറിയിക്കുന്നു. അവന്റെ മനസ്സിലുള്ളത് അവൾ മരിക്കണമെന്നായിരുന്നെങ്കിൽ പോലും ഡോക്ടർ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ ഹ്യുൻവുവും ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് ഏതെങ്കിലും മിറാക്കിൾസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അവൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിലാകട്ടെ ഒരു രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേക്കും ട്യൂമർ ഇല്ലാതായെന്നും 3 മാസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാകട്ടെ 30 വർഷത്തോളം ജീവിച്ചിരുന്നിട്ടുണ്ടെന്നുമുള്ള പല വാർത്തകളും അവനും കാണുകയാണ്. ഒരുപാട് വൈകിട്ടായിരുന്നു ഹെയ്നും വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ ഹ്യുൻവുന്റെ റൂമിലാകട്ടെ വെട്ടമൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുന്ന അവളും ഹ്യുൻവുന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. അവനപ്പോൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. 3 മാസം ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആള് 30 വർഷം ജീവിച്ചു എന്നും അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടന്ന മറ്റു പല മിറാക്കിൾസിനെ കുറിച്ചുമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ അവൻ വായിക്കുകയായിരുന്നു എന്ന കാര്യം അവളും മനസ്സിലാക്കുകയാണ്. ഞാൻ മരിച്ചാൽ നീ ഒരുപാട് സന്തോഷിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും നീ എന്റെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറിയതെന്ന് ഞാൻ കരുതി. നിന്നെ ഞാൻ സംശയിച്ചു പോയി. എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ പല ചിന്തകളും വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലും ഞാൻ മരിക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. നീ ഒരാൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കുന്നതായിരിക്കും. നീ ഇനി ഹാപ്പി ആയിട്ട് മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഹെയ്നും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോകുന്നു. വൈഫിന്റെയും കുഞ്ഞിന്റെയും ഒപ്പമുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ട് സൂചോൾ ശ്രമിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ ഫാമിലിക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നും ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ കുറിച്ച് പിന്നീട് പുറത്തിറങ്ങുന്നതായിരിക്കുമെന്നും പറഞ്ഞ് സൂചോളിന്റെ വൈഫ് അതിന് തടയുകയാണ്. ഒരു വലിയ ഇൻവെസ്റ്ററിന്റെ കാര്യം കൂടി സൂചോളിന്റെ വൈഫ് സൂചോളിനെ അറിയിക്കുകയാണ്. അയാളാകട്ടെ ഒരുപാട് പണമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ട്രില്യൺ ബില്ലേഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ എത്തിയതിനു ശേഷം ആ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർക്കും വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുവാനായിട്ടും അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമായിരുന്നു അവളും പറയുന്നത്. ഹെയ്ൻ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഒക്കെ ആണല്ലോ ഉള്ളത്. അവിടെ ആകട്ടെ പല പല ബ്രാൻഡ്സും ഉണ്ട്. ഹെർസൈന എന്ന പേരുള്ള മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിനെ തന്റെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഹെയ്ൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് കാരണമാണ് കൊറിയയിൽ ഇതേ ബ്രാൻഡിന്റെ ലോഞ്ച് പോലും നടക്കുന്നത്. ഹെയ്നും അയാളെ കണ്ടുമുട്ടുവാനായിട്ടാണ് ലോഞ്ചിലൊക്കെ പോയിട്ടുള്ളതെന്ന കാര്യം കൂടി വൈഫ് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവളെയും കാണിക്കുന്നു. ഹെയ്ൻ ഉള്ളതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ഒക്കെ ഉടമസ്ഥയാണ് ഏന. തന്റെ സ്റ്റോറാണ് ഏറ്റവും മികച്ചതെന്ന രീതിയിലാണ് യെന സംസാരിക്കുന്നത്. മാത്രമല്ല ഹെൽസാനയുടെ ബ്രാൻഡൊക്കെ തന്റെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഹെയ്നെ അറിയിക്കുന്നു. ഞാനും അതിന് തന്നെ എത്തിയതാണെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഒരു ടിപ്പ് എന്ന രീതിക്ക് ഞാൻ ഒരു കാര്യമൊക്കെ അവളുടെ അടുത്ത് പറയുകയാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും സക്സസ് ആകുകയുള്ളൂ എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും അവരുടെ ലവറിനെയോ അല്ലെങ്കിൽ അവരുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ അതുമല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലുള്ള ആരെങ്കിലോ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുമുള്ളത്. പക്ഷെ ഹെയ്ൻ മാത്രമാണ് ഒറ്റയ്ക്ക് എത്തിയിട്ടുമുള്ളത്. നിനക്ക് പറയാനായിട്ട് ഒരു ഫ്രണ്ട് പോലും ഇല്ല എന്ന സത്യം അയാൾ ഉടനെ തന്നെ മനസ്സിലാക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫറൊക്കെ എന്നേക്കുമായിട്ട് നിന്റെ അടുത്ത് നിന്നും ഇല്ലാതാകുന്നതായിരിക്കുമെന്നും ഏന പറയുന്നു. ഹെയ്നും ആലോചിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഏന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഹസ്ബൻഡിനെ അവൾ വിളിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇപ്പോൾ കോടതിയിലാണെന്നൊക്കെ മറുപടിയും നൽകുന്നു. നിന്റെ ഹസ്ബൻഡ് കോടതിയിലാണെന്നൊക്കെ കള്ളം പറയുന്നതാണെന്നായിരുന്നു ഏനയും അവളോട് പറയുന്നത്.
നിന്റെ ഹസ്ബൻഡ് നിന്റെ പണം മാത്രം കണ്ടിട്ടായിരുന്നു നിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഉടനെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആകുന്നതായിരിക്കുമെന്നും പല രീതിയിലുള്ള റൂമേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം നിലക്കൊക്കെ പറ്റിയ ഒരാളെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു റൂമേഴ്സ് ഒന്നും തന്നെ നിനക്ക് കേൾക്കേണ്ടിയും വരികയില്ലായിരുന്നു. ഇപ്പോൾ നീ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുമുള്ളത്. നീ പണ്ട് ഉൻസിങ്ങനെ വിവാഹം കഴിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു എന്നൊക്കെ ഏന പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അവനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുടെ റൈറ്റ് ഹാൻഡ് ആണ് ഉൻസ്യോങ്. അയാളുടെ ഫിനാൻസും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കി നടത്തുന്നത് ഉൻസ്യോങ് ആണ്. അതുകൊണ്ട് തന്നെ ഉൻസ്യോങ് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഹെർസൈൻ എന്ന ബ്രാൻഡൊക്കെ നിന്റെ സ്റ്റോറിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചേനെ എന്ന കാര്യം കൂടി അവളെ അറിയിക്കുന്നുണ്ട്. കൊറിയയിൽ വന്നിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യാതിരുന്നതെന്ന് ഹെയ്ൻ ഉൻസോങ്ങിനോട് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ ഇനി ഒരിക്കലും കോൺടാക്ട് ചെയ്യരുതെന്നായിരുന്നു അവസാനമായിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഉൻസോങ്ങും ഓർമ്മിപ്പിക്കുന്നു. നീ പരിധിയൊക്കെ കടന്നത് കൊണ്ടായിരുന്നു ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവളും ഓർത്തെടുക്കുന്നുണ്ട്. ഹെർസൈനയുടെ ബ്രാൻഡ് എന്റെ ആണോ ഏനയുടെ ആണോ കമ്പനിയിലേക്ക് എത്തുക എന്ന ഒരു തർക്കത്തിലൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നീ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് എന്റെ കമ്പനിയിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളെ കുറിച്ചുള്ള പണ്ടത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അങ്ങനെ ഓർത്തിരിക്കുന്നില്ല. നമ്മൾ ബ്രേക്കപ്പ് ആയെന്നൊക്കെ നീ അങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. ഹെർസൈനയുടെ ആളാകട്ടെ ഓരോരോ ആൾക്കാരെ പരിചയപ്പെട്ട് വരികയാണ്. ഹെയ്നും ആ ഒരു ലൈനിലൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവൾ മാത്രമായിരുന്നു ഒറ്റയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഹ്യുനുവിന് മെസ്സേജ് അയച്ചുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കും ലൈന്റെ ഇടയ്ക്കായിട്ട് മറ്റു ചിലരൊക്കെ വരികയും അവളെ തള്ളുകയും ചെയ്യുന്നു. പക്ഷെ അവൾ വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ ഹ്യുൻവുവും അവളെ പിടിച്ച് ലൈനിലൊക്കെ നിർത്തുകയാണ്. ഞാൻ കോടതിയിൽ കേസിന്റെ കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും നിനക്ക് വേണ്ടി വേഗം കേസൊക്കെ തീർത്തിട്ട് വിജയിച്ചിട്ടാണ് മടങ്ങി വന്നിട്ടുള്ളതെന്ന് ഹ്യുൻവുവും അവളെ അറിയിക്കുന്നു. അങ്ങനെ അയാളും ഹെയ്നെയും ഹ്യുൻവുവിനെ ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഹ്യുൻവുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവൻ ശരിക്കും ഹാൻസം ആണെന്നൊക്കെ അയാളും പറയുന്നു. ഹസ്ബൻഡ് ഒക്കെ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെയ്നും ഇപ്പോൾ ഹാപ്പിയാണ്. അവളും ഏനനെ കാണുവാനായിട്ടൊക്കെ ചെല്ലുന്നു. ഒന്നുമില്ലെങ്കിലും എന്റെ ഹസ്ബൻഡ് വളരെയധികം ഹാൻസം ആണല്ലോ, നിന്റെ ഹസ്ബൻഡിനെ പോലെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ ഹെയ്ൻ ഏനയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഏനയ്ക്കും അത് വല്ലാതെ ഫീൽ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ വളരെയധികം മോശമായിട്ടാണ് ഏനെ കാണുന്നതും. ഉൺസെങ്ങും ഇപ്പോൾ ഹിനുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉൺസെങ് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുവാൻ എന്ന രീതിയിലാണ് ഹിനുവിനോട് സംസാരിക്കുന്നത്. പണ്ട് ഞാനും ഹെയ്നും നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഹ്യുൻവുന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവൾ അങ്ങനെ ആരുമായിട്ട് കുറെ കാലത്തേക്ക് റിലേഷൻഷിപ്പിലൊന്നും ഇരിക്കാറില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷമെന്ന് അവനും അറിയിക്കുന്നു. ഹ്യുൻവുൻ അതൊന്നും പ്രശ്നമില്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് കൂടി ഉൻസിങ് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും ആണോ എന്ന് മാത്രമായിരുന്നു അവന്റെ മറുപടി. ഇങ്ങനൊരു മറുപടി പറയണമെങ്കിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാക്കും. ഒന്നെങ്കിൽ നീ അവളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, അല്ല എങ്കിൽ അതൊന്നും നിനക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ല. ഇതിലേതാണ് ശരിക്കുമുള്ള കാര്യം എന്നൊക്കെ ഉൻസങ്ങും ചോദിക്കുന്നു. ഉൻസങ് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഇഷ്ടമില്ല എന്ന കാര്യം ഇവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നായിരുന്നു ഹ്യുനുവും ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഉൻസങ് പറഞ്ഞത് ഓർക്കുന്ന അവനാകട്ടെ അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് അവളെ വിവാഹം കഴിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ജീവിതം തകരുകയില്ലായിരുന്നു. അവൻ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതൊക്കെ അവൻ നേരത്തെ പറയേണ്ട കാര്യമല്ലായിരുന്നു എന്നൊക്കെ ഹ്യുൻവുവും ആലോചിക്കുന്നു. പക്ഷെ അവൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഒണിസ്യങ്ങും ഹെയ്നും കൂടി സംസാരിച്ചു നിൽക്കുന്നതൊക്കെ ആയിരുന്നു അവൻ കാണുന്നത്. എനയുടെ ഹസ്ബൻഡും ഇവിടെ എത്തിയ ആളുകളിൽ പകുതിയോളം ആൾക്കാരും ഉൺസ്യങ്ങിനെ കാണുവാനായിട്ടാണ് എത്തിയിട്ടുള്ളതെന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നുണ്ട്. ഹെയ്ന് ഉൺസ്യങ്ങിനെ പരിചയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒരേ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇവിടെയുള്ള ചെയർമാനെയോ അല്ലെങ്കിൽ അമ്മേനെയോ കൂട്ടിക്കൊണ്ടായിരുന്നില്ലേ ശരിക്കും അവൾ അയാളെ കാണുവാനായിട്ട് പോകേണ്ടിയിരുന്നത്. പക്ഷെ അവൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവൾ നിങ്ങൾക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രീസ്കോയും അമ്മയോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കൂടെ എന്നെ നിങ്ങൾ കൂട്ടാതിരുന്നതിലും നിങ്ങളായിട്ട് എന്റെ വിവാഹം നടത്താതിരുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ആയിരുന്നു ഹെയ്നും അവിടെ എത്തുമ്പോൾ പറയുന്നത്. നമ്മൾ ഫാമിലി ഹണ്ടിങ് നടത്തുന്ന സമയത്ത് ഉത്സവനെ കൂട്ടിക്കൊണ്ട് നീ എത്തണമെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തനിക്ക് എന്ത് ഗുണമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഹെയ്നും ചോദിക്കുന്നു. നേരത്തെ ബിൽഡിംഗ് ഒക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഹെയ്നെതിരായിട്ട് അമ്മ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസ് ഇല്ലാതാക്കുന്നതായിരിക്കുമെന്ന് അമ്മയും അവളെ അറിയിക്കുന്നു. അങ്ങനെ ഉത്സവനെയും കൂട്ടിക്കൊണ്ട് ഹെയ്ൻ എത്തുകയാണ്. പക്ഷെ ഇടയ്ക്കാകട്ടെ ഹ്യുൻവുൻ എന്തോ ഒരു കാര്യമൊക്കെ അവളോട് പറയുവാനായിട്ടുണ്ടായിരുന്നെങ്കിലും ഉത്സവം അതിനിടയ്ക്ക് അവളോട് രഹസ്യം പറയുന്നതൊക്കെ അവനും ശ്രദ്ധിക്കുന്നു. മുത്തച്ഛനും ബാക്കിയുള്ള ആളുകളുടെ ഗ്രൂപ്പും കൂടി ഉത്സവനെ കാണുവാനായിട്ടും എത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഹ്യുൻവോ ചെല്ലുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഉൺസ്യങ് അവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറുകയും ഹ്യുൻവോ ഒറ്റപ്പെടുകയും ചെയ്യുന്നു.
ഓരോ ആൾക്കാർക്കും പോകുവാനുള്ള മാപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര കാക്കേനെ വേണമെങ്കിലും പക്ഷികളെ വേണമെങ്കിലും വെടിവെക്കുവാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. കാട്ടുപന്നികളെയും മാനയും മറ്റുമാകട്ടെ ഒരാൾക്ക് 5 എണ്ണത്തെ വീതം കൊല്ലുവാനായിട്ടും സാധിക്കും. മൃഗങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ പരസ്പരം വെടിവെക്കുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും ഓരോരോ സ്ഥലങ്ങളും നിർണയിച്ചു വെച്ചിട്ടുണ്ട്. വ്യോമിച്ച തോക്കുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും സൂചിച്ചോളും ആന്റിയുടെ കയ്യിൽ തോക്കൊന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആന്റി ആകട്ടെ മനുഷ്യരെ കൊല്ലുവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ആന്റി ആയിട്ടുള്ള വ്യോമിച്ചയും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന മുത്തശ്ശന്റെ ഗേൾഫ്രണ്ടിന്റെ നേരെ തോക്കും ചൂണ്ടുന്നു. മുത്തശ്ശൻ കാക്കേനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു കാക്കയ്ക്കിട്ട് അത് കൊണ്ട് കാണുമെന്നൊക്കെ പറയുകയും ബാക്കിയുള്ള ആൾക്കാരും കൊണ്ടിട്ടുണ്ടെന്നൊക്കെ ഉറപ്പ് പറയുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കാക്കയ്ക്കിട്ടൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹ്യുൻവു മാത്രമായിരുന്നു അത് ഒന്നിനിട്ടും കൊണ്ടിട്ടില്ല എന്ന കാര്യമൊക്കെ തുറന്നു പറയുന്നത്. സൂചോളം ഇതിനു മുമ്പ് പല തവണയായിട്ട് ഹ്യുൻവുവിനെയും കൂട്ടിക്കൊണ്ട് ഹണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും അവൻ ഒന്നിനെയും ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ സൂചോളം ഹ്യുൻവുവിനെ കളിയാക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാമിനയുള്ള ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് ഹണ്ടിങ് ഒക്കെ നടത്തുക. മുത്തശ്ശൻ അതൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ഓരോ വർഷവും ഇങ്ങനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകുന്നതും. മാത്രല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ ആയിരിക്കും മുത്തശ്ശനും കൂടുതൽ നന്നായിട്ടൊക്കെ കാണുക. ഇതുവരെ ഞാൻ പിടിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള മൃഗങ്ങളെ എല്ലാം തന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഹെയിൻ ഓടുമ്പോഴത്തേക്കും ഹെയിന്റെ പിറകെ ആയിട്ട് തന്നെ ഹ്യുൻവുവും പോകുന്നു. ഗ്രേസ്കോയും ഒരു മാപ്പൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ്. മാത്രല്ല ഒരാളോട് സംസാരിക്കുകയും ചെയ്യുന്നു. മാപ്പിലുള്ള ഒരു സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റൊരു ഏരിയയും കാണിക്കുകയാണ്. അവിടെ ആവട്ടെ അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഭാഗത്താകട്ടെ ഒരു വലിയ തുളയുമുണ്ട്. വന്യമൃഗങ്ങളെ അട്രാക്ട് ചെയ്യാനെന്ന രീതിയിൽ അവിടെ കുറെ അധികം ഫുഡും കിടക്കുന്നു. ഹെയിനും ഇപ്പോൾ മൃഗങ്ങളെ പിടിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. ഹെയിനെ കാണാതെ ഹ്യുൻവു അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു അനക്കമൊക്കെ കേൾക്കുന്നു. ഉൻസിങ്ങും ഹ്യുൻവുവും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. പിന്നീട് അടുത്തുള്ളത് മൃഗങ്ങളല്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവരും തോക്ക് താഴ്ത്തുന്നു. നിനക്ക് മാപ്പിൽ തന്നിട്ടുള്ള സ്ഥലത്ത് മാത്രം വേണം നീ ഹണ്ടിങ് ഒക്കെ ചെയ്യുവാൻ. അല്ലാതെ ഇവിടെ ഹണ്ടിങ് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് ഹ്യുൻവു പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മാനിനെയൊക്കെ ലക്ഷ്യമാക്കി തോക്ക് ചൂണ്ടി അവന് നിൽക്കുന്നു. പക്ഷേ ഉണിച്ചുങ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഹ്യുൻവുവും മുകളിലേക്കൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു മാനിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. മറ്റൊരാളുടെ സ്ഥലത്ത് വന്ന് മൃഗങ്ങളെ വേട്ടയാടുവാനും പാടില്ല എന്നാണ് അവൻ അറിയിക്കുന്നത്. ഹെയ്നും ഷൂട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവൾക്കൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന രീതിയിൽ മഞ്ഞുള്ള ഒരു സ്ഥലത്താണ് താൻ നിൽക്കുന്നതെന്ന രീതിയിലൊക്കെ അവൾക്ക് തോന്നുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ പോലും അവൾക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ വലിയൊരു കാട്ടുപന്നിയും അവളുടെ അടുത്തേക്കൊക്കെ ഓടി വരികയാണ്. ഹ്യുൻവന്റെ ഒപ്പമുള്ള ഓരോരോ നിമിഷങ്ങളും അവൾ അപ്പോൾ ഓർത്തു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ പകച്ചു നിൽക്കുമ്പോഴത്തേക്കും ഹ്യുൻവു അതിന് ഇടയ്ക്കായിട്ട് വന്നിട്ട് ആ ഒരു കാട്ടുപന്നീനെ വെടിവെച്ചിടുന്നു. അങ്ങനെ ഹ്യുൻവു ഹെയ്നെ രക്ഷിക്കുന്നു. പിന്നീട് മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. ഹ്യുൻവുവും തനിക്ക് ഹെയ്നെ ഇഷ്ടമാണെന്നൊക്കെ വീട്ടിൽ തുറന്നു പറഞ്ഞ സമയത്ത് നമ്മൾ തന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്. നീ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് പണക്കാരായിട്ടുള്ള ഒരു മരുമകളെ വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവൾ ഒരിക്കലും നമ്മളെക്കാളും പാവങ്ങളായിരിക്കരുത്. അവളുടെ ജോലിയൊക്കെ ഉടനെ പോകുവാനായിട്ട് സാധ്യതയുണ്ടെന്നല്ലേ നീ പറഞ്ഞത്. അങ്ങനെയിരിക്കെ ഒരാൾ മാത്രം ജോലി ചെയ്ത് എങ്ങനെയാണ് കുടുംബമൊക്കെ നോക്കുവാനായിട്ട് സാധിക്കുക? നിനക്ക് ഒരു രീതിയിലും പണം സേവ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. നീ മറ്റാരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ആയിരുന്നു വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹിനു ആകട്ടെ മറ്റൊരു കാര്യമാണ് അച്ഛനോടൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും അവളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അവൾ എപ്പോഴും തുളകളുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്? എന്തുകൊണ്ടാണ് അവൾ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ചവിട്ടുന്നത്? അവളെ സീനിയേഴ്സ് വഴക്ക് പറയുമോ? ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പോലും ഞാൻ അവളെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചതും. ആ ഒരു ഫുഡൊക്കെ അവൾക്കും കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളില്ലാതെ ജീവിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ കുനുവ് പറയുമ്പോഴത്തേക്കും അമ്മയും അവളെ വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതായിരിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഹിനുവും പറയുകയാണ്. ആ ഒരു സീനോടുകൂടി ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.